Hey guys, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു സീരീസ് ആയിരുന്നു ജാവാസ്ക്രിപ്റ്റിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഇതിന് ശേഷം നമ്മൾ ഓരോ വീഡിയോസായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു 3 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജാവാസ്ക്രിപ്റ്റ്? സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എന്താണ് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് വെച്ച് എന്തൊക്കെ ചെയ്യാം, അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എവിടെ റൺ ചെയ്യാം. അങ്ങനെ ഈ ഒരു 3 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ, ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് ജാവാസ്ക്രിപ്റ്റ്? ഈ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്ത് തന്നെ ഏറ്റവും പോപ്പുലറായിട്ട് ഉള്ള ഒരു ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സ്റ്റാക്ക് ഓവർഫ്ലോ, ഓക്കെ, ഇതാണ് സ്റ്റാക്ക് ഓവർഫ്ലോയിൻ്റെ ഒരു സർവേ ആണ്. 2021 നടന്ന ഒരു സർവേ ആണ്. അപ്പോൾ ഈ ഒരു സർവേയിൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കുന്ന ഒരു സ്ഥലമാണ് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സർവേ അനുസരിച്ച് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി, വേൾഡ് വൈഡായിട്ട് പോപ്പുലാരിറ്റി ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് 64.96% ആൾക്കാരും ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് അക്കോർഡിംഗ് ടു സ്റ്റാക്ക് ഓവർഫ്ലോ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നവരാണ്. നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, വാൾമാർട്ട് ആയിക്കോട്ടെ, പേപാൽ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇൻറ്റേർണൽ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് വെച്ചാണ്. ആവറേജ് സാലറി ഓഫ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ, ആവറേജ് സാലറി ഇന്ത്യയിലുള്ള ആവറേജ് സാലറി ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പറിനുള്ള ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ 6 lakhs per year ആണ്. ഇതാണ് ഇന്ത്യയിലുള്ള ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പറിൻ്റെ ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ. ഇനി US കേസിലാണെങ്കിൽ $72,000 per year ആണ് US ഒരു ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പറിൻ്റെ ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഈ ഒരു ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ജോലിയിലോട്ട് എൻ്റർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ജാവാസ്ക്രിപ്റ്റിൽ നിങ്ങൾക്കൊരു കരിയർ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആവാം, അതുപോലെ തന്നെ ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർ ആവാം, അതുപോലെ തന്നെ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറും ആവാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് വെച്ച് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രൗസറിൽ റൺ ചെയ്യാവുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു. അതായത് പണ്ട് കാലത്തൊക്കെ ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിരുന്ന സമയത്തിന് ഇത് ജസ്റ്റ് ബ്രൗസറിൽ മാത്രമേ റൺ ചെയ്യത്തുള്ളായിരുന്നു. അതായത് ഇൻട്രാക്റ്റീവ് വെബ് ആപ്ലിക്കേഷൻസ്, അതായത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ പല എഫക്ട്സ്, കീ ഫ്രെയിംസ് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ബട്ടണിൽ ഒരു ആനിമേഷൻ വരണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ വരണമെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഇൻട്രാക്റ്റീവ് വെബ് ആപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇനിഷ്യലി ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ബിൽഡ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, ഇതുകൊണ്ട് നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം, റിയൽ ടൈം നെറ്റ്വർക്കിംഗ് ആപ്സ് ഉണ്ടാക്കാം, കമാൻഡ് ലൈൻ ടൂൾസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്ക് ഗെയിംസും ഉണ്ടാക്കാം. ഇതെന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, അതായത് ഒരു ഗെയിമാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഗെയിംസൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യും? ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിഷ്യലി ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രൗസറിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ബ്രൗസറിനും അതിൻ്റേതായിട്ടുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനുണ്ട്. ഇൻ കേസ് ഇപ്പോൾ നമ്മളൊരു ഫയർഫോക്സ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ്റെ പേരാണ് സ്പൈഡർ മങ്കി എന്ന് പറയുന്നത്. അതേസമയത്ത് നമ്മൾ ക്രോമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് V8 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് 2009 റയാൻ ഡയൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ടായിരുന്നു. ഈ ഒരു V8 എന്ന് പറഞ്ഞ ക്രോമിൻ്റെ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനെ ഒരു C++ പ്രോഗ്രാമിൻ്റെ അകത്തോട്ട് എംബഡ് ചെയ്തു. ഓക്കെ, അതിനിട്ട പേരാണ് നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക്
പണ്ടായിരുന്നപ്പം ബ്രൗസറിൽ മാത്രമേ റൺ ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പം നോഡ് വന്നതിന് ശേഷം നമുക്ക് ബ്രൗസറിൽ റൺ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ബ്രൗസറിൻ്റെ പുറത്തും നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യനും ആൻസർ ആയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.